Welcome back, guys. Welcome back to my channel. My name is Adil Anshan. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നോട്ട്ബുക്ക് എലവനെ കുറിച്ചാണ്. ആൻഡ് നമ്മളുടെ സ്റ്റഡീസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ റിസർച്ച് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനും, നമ്മുടെ ടൈം എങ്ങനെ കുറച്ചും കൂടി കുറയ്ക്കാമെന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൂളിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, എന്ത് ആവുകയാണെങ്കിലും സമയം എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക, അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയം എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിലിപ്പോൾ മെയിനായിട്ട് കീ പോയിന്റ് പറയുന്നത് ഈ ഒരു ടൂളിന്റെ മെയിൻ ഉപയോഗം എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജെമിനൈയുടെ ഒരു AI ഏജന്റ് ആണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളും കൂടിയാണ്. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും PDF ഫയൽസ് അല്ലെങ്കിൽ ഇമേജസ്, അങ്ങനെ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. PDF ഫയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വെബ്സൈറ്റിൽ ലിങ്കുകൾ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ കോപ്പി ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന് റിസർച്ച് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ഇപ്പോൾ നിങ്ങളൊരു കോഡിങ് ചെയ്യുന്ന പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, ബിഗിനർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. I want to study about the fundamentals of this industry. Give me a detailed report or insight. Report. ഇത് വേണമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ChatGPTയിലോ അല്ലെങ്കിൽ നമുക്ക് ജെമിനയിലോ അല്ലെങ്കിൽ ക്ലൗഡിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചെയ്തേ ഉള്ളൂ. ഫണ്ടമെന്റൽസ് ചോദിക്കുകയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് റിസർച്ചും ചെയ്യാം അല്ലെങ്കിൽ നോട്ട്സ് ആഡും ചെയ്യാം. ഇത് നമുക്ക് എന്താക്കാം, അപ്പോൾ ഇവിടെ സോഴ്സസ് കാണുന്നത്, ഈ സോഴ്സസ് ആണ് നമ്മൾ എന്താ കാര്യങ്ങളും ഈ നോട്ട്ബുക്ക് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇട്ട് തരയിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോഴ്സസ് പറഞ്ഞാൽ ന്യൂമറസ് വെബ്സൈറ്റിൽ പോയിട്ട് ഈ എല്ലാം നോട്ട്ബുക്ക് എല്ലാം തന്നെ സ്ക്രാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുക, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ കുറേ സോഴ്സസ് കാണാം. നമുക്ക് ഇതിൽ തന്നെ 10-50 സോഴ്സസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സോഴ്സസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന സോഴ്സസിന്റെ കോണ്ടന്റ്സ് എല്ലാം ഏകദേശം സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ക്ലബ് ആയിട്ടേക്കും കിട്ടുന്നുണ്ടാകാം. ആൻഡ് ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ തന്നില്ല, എന്താ ഇഷ്യൂ, എന്തുകൊണ്ട് തരാത്ത. ഓക്കെ, സോഴ്സ് റെസ്ട്രിക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഈ സോഴ്സസ് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. കണ്ട 10 സോഴ്സസ് ഇവിടെ ഉള്ളതാണ്. ഇതിൽ ഒന്ന് എന്തായാലും എറർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്ന വെബ്സൈറ്റിൽ റെസ്ട്രിക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്, ഇവിടെ ക്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, 8 സ്റ്റേജ് ഓഫ് കസ്റ്റമർ വാല്യൂ ജേർണി, ഹൗ ഡു ഐ സെറ്റ് അപ്പ് ഗൂഗിൾ അനലിറ്റിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ SEO ആൻഡ് SEO. ഒക്കെ ഇവിടെ ഉള്ള സാധനം തന്നെയാണ്. ഓക്കെ, നമ്മളിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ഒക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാം. വാട്ട് ആർ ദ 8 സ്റ്റേജ് ഓഫ് കസ്റ്റമർ വാല്യൂ ജേർണി, ഫൈൻഡിങ് കീവേഡ്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ 8 സ്റ്റേജസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടേ നിൽക്കും. ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ഹെഡിങ്ങുകൾ വന്നുകൊണ്ടേക്കും. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സിമ്പിൾ ആക്കാൻ വേണ്ടി ഉണ്ടാക്കാം. ഇപ്പൊ ചില ആൾക്കാർക്ക് റോഡ് മാപ്പിനൊക്കെ ആവശ്യം വരാറുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ടിന് ആവശ്യം വരാറുണ്ട്, വീഡിയോ ഓവർവ്യൂ ഉണ്ട്, നിങ്ങൾ പഠിച്ചതിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും മൈൻഡ് മാപ്പ് ഒന്ന് നോക്കി നോക്കാം. മൈൻഡ് മാപ്പിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാം. ഈ 9 സോഴ്സ് എന്ന് വെച്ചിട്ടായിരിക്കും നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇത് വെച്ചിട്ട് മാത്രമല്ല, ഇതിലിപ്പോൾ നമുക്ക് 8 സോഴ്സസ് 9 സോഴ്സസ് ഉണ്ടാവും. പക്ഷെ
മെയിനായിട്ട് ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പ് തരിക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു അമേസിങ് ആയ സാധനമാണ്. കാരണം നമ്മൾ ഒരു ബിഗിനർ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ആൾക്കാരോട് ചോദിക്കാറുണ്ടല്ലോ മൈൻഡ് മാപ്പ് ഉണ്ടോ എന്നുള്ളത്. ദിസ് ഇസ് വെരി ഗുഡ് ആക്ച്വലി. കേട്ടോ, ഇത് ഓരോന്നിനും മൈൻഡ് മാപ്പ് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ് കസ്റ്റമർ വാല്യൂ ജേർണി, അവയർനെസ്, എൻഗേജ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയ സാധനങ്ങളുണ്ട്. ഗൂഗിൾ അനലിറ്റിക്സ്, കോൺഫിഗറേഷൻ, റിപ്പോർട്ടിന്റെ അനാലിസിസ്, ഇവന്റ് ട്രാക്കിംഗ്. ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ കൊടുത്ത സാധനത്തിന്റെ സമ്മർദ്ദേശം ഇവിടെ കിട്ടും. എന്താണ് നമ്മൾ ചോദിച്ചതെന്നുള്ള സാധനം ഇവിടെ കിട്ടും. നമുക്ക് ഈ ഹെഡിങ് നോക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഇവിടെ പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് ഞാൻ സാധനം കൊടുക്കാൻ പറ്റും. ആൻഡ് ഇതാണ് ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് എന്തിൽ വരുന്നത്. നമുക്ക് ഒരു സാധനം സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നതാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ PDF ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ആ PDF കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിങ്ങിന്റെ ഒരു PDF ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. പൈത്തൺ പ്രോഗ്രാമിങ്ങിന്റെ ഏകദേശം 143 പേജ് വരുന്ന ഒരു PDF ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുക്കുന്നു, ഫയൽ എടുക്കുന്നു, ഡൗൺലോഡ്സ് പോയിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് എടുക്കുന്നു, ആൻഡ് സമ്മറൈസ്. നമുക്കിപ്പോൾ ഏറ്റവും കീ പോയിന്റ് ഉള്ള സാധനം എന്താണ്, ഫണ്ടമെന്റൽസ് ആണ്. Summarize this PDF and tell me the fundamentals of basic architecture of Python programming. പറയാം. On step 2 you can add the rest എന്ന രീതിയിൽ പോവാം. കേട്ടോ, പൈത്തൺ ഈസ് ഇന്റർപ്രിറ്റർ ഹൈ ലെവൽ ജനറൽ പർപ്പസ്. പൈത്തൺ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ബേസിക് ആർക്കിടെക്ചർ, ഇന്റർപ്രിറ്റർ നേച്ചർ, സ്മോൾ കോർ, ഹൈ എക്സ്റ്റൻസിബിലിറ്റി, OOP അല്ലെങ്കിൽ ഊപ്പ് എന്ന് പറയുന്നത്, പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം, പിന്നെ ലാംഗ്വേജ് ഫണ്ടമെന്റൽസ്, ഡൈനാമിക് ടൈപ്പിംഗ്, കൺട്രോൾ സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചർ, കോഡിംഗ് സിസ്റ്റം, സ്പെഷ്യലൈസ്ഡ് ലൈബ്രറീസ്, എൻവയറമെന്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിലാണ് ഫണ്ടമെന്റൽസ് ഉണ്ടാവുക. പിന്നെ വാട്ട് ആർ ദ കീ സയന്റിഫിക് ലൈബ്രറീസ് ഇൻ പൈത്തൺ എക്കോസിസ്റ്റം, ഹൗ ടു ഇൻസ്റ്റാൾ പൈത്തൺ പാക്കേജ് യൂസിങ് പീപ്പർ ഫോണ്ട, ടെൽ മി മോർ അബൌട്ട് OOP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ സമ്മറൈസേഷൻ എന്താ, ഫണ്ടമെന്റൽസും ബേസിക് ആർക്കിടെക്ചർ പറഞ്ഞിട്ടാണ് സംഭവം. ഓക്കെ, പിന്നെ ഫണ്ടമെന്റൽസും ഉണ്ട്, ബേസിക് ആർക്കിടെക്ചറും ഉണ്ട്. എന്താണെന്നുള്ളത് ഈ ഫണ്ടമെന്റൽ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ ഓപ്പണായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, എന്താണ് ഈ സാധനം എന്നുള്ളത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിന്റെ ഒരു എക്സാമ്പിളും പറഞ്ഞുതരാൻ പറ്റി പറയാം. ഗിവ് മീ ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വേണ്ട മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എല്ലാ സാധനങ്ങളും വെച്ച് ചോദിക്കുന്നുണ്ട്. കോർ ലാംഗ്വേജ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്. ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്താക്കിയത് ഇവിടെ ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടെ ചോദിച്ചാൽ നമുക്ക് ഈ സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരും. പിന്നെ ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന കാര്യമാണോ, ഒന്ന് ക്വിസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഓഡിയോ ഓവർവ്യൂ ഉണ്ട്. ഓഡിയോ ഒന്ന് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വിസ് നമുക്ക് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്താക്കാം, ഇവിടെ ടൈപ്പ് ചെയ്താലും മതി, ഗിവ് മീ ആൻ 10 ക്യൂസ് ക്വസ്റ്റ്യൻസ് ടു ഐഡന്റിഫൈ, ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, പൈത്തൺ ക്യൂസ് റെഡി ആയിട്ടുണ്ട്, നമുക്കത് നോക്കാം. ആൻഡ് ഓക്കെ, അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർപ്രിറ്റർ ആൻഡ് കമ്പൈൽഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഞാൻ പൈത്തണിൽ വീക്കാണ്, നമുക്ക് എന്തായാലും കറക്കി കുത്താം. എന്താ കുത്താനെ വരുമ്പോൾ സി. ഓക്കെ, വലിയ ഉപകാരം D ആണ്. എന്താണത് പറഞ്ഞത്, ഇന്റർവ്യൂ പാസ്റ്റ് എക്സിക്യൂട്ട് റൺ ടൈം മേക്കിംഗ് ഇറ്റ് ജനറലി ഈസി ടു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം.
Which of the following is an invalid variable name according to the basic rules of Python? Second variable. ചക്ക വീടും ഓയിലെത്തും. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ പൈത്തൺ, പൈത്തൺ അല്ല, നോട്ട്ബുക്ക് LMന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഓഡിയോ ഓവർവ്യൂവിൽ മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മലയാളത്തിൽ കേൾക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിന്റെ മലയാളത്തിൽ കേൾക്കാനാണ് താല്പര്യമെങ്കിൽ മലയാളം എടുക്കാം. ഇവിടെ എന്തെങ്കിലും ലാംഗ്വേജ് മാറ്റാനുണ്ടാവും, അപ്പോൾ മലയാളം ചൂസ് ചെയ്യുക, ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെന്തായാലും കൂടി സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിട്ട് കാര്യങ്ങൾ നടത്താം. ഓക്കെ, നോട്ട്ബുക്ക് എല്ലാം ഓക്കെ. നെക്സ്റ്റ് നമുക്കിവിടെ കോപ്പി ടെസ്റ്റിലേക്ക് നമുക്ക് വലിയ ടെസ്റ്റ് കൊടുത്തു നോക്കാം, എന്നിട്ട് എന്താണ് ഇതിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഇത് മീഡിയത്തിലൊരു ബ്ലോഗാണ്. ആ ബ്ലോഗ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് മീഡിയത്തിലൊക്കെ ബ്ലോഗിൽ പ്രീമിയം തന്നെ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നേരെ എന്താക്കുക, ഫ്രീഡിയം എന്ന് പറഞ്ഞ സൈറ്റ് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് പേസ്റ്റ് ചെയ്താൽ നമുക്കത് അൺലോക്ക് ആയി കിട്ടും. കണ്ടോ, ഇത് മൊത്തം അൺലോക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ സെയിം സാധനം എന്താക്കുക, കോപ്പി ചെയ്യുക, സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയാം. സാധനം കോപ്പി ചെയ്തു ആൻഡ് കോപ്പി ടെക്സ്റ്റ്, പേസ്റ്റ്, ഇൻസേർട്ട്, സമ്മറൈസ് ദിസ്. സമ്മറൈസ് ചെയ്യുന്നുണ്ട്, കണ്ടോ. എല്ലാം നമുക്ക് സമ്മറൈസ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ ഇതിന്റെ വേണമെങ്കിൽ ഒരു വീഡിയോ ഓവർവ്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം, എന്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് എന്താക്കാം, സ്റ്റൈൽ ചൂസ് ചെയ്യാൻ പറ്റും. വൈറ്റ് ബോർഡ്, കവായി, വാട്ടർ കളർ, ആനിമേ, നമുക്ക് എങ്ങനെയാണോ വീഡിയോ വേണ്ടത് അതുപോലെ തന്നെ കേട്ടോ. നമുക്ക് എന്തായാലും ആനിമേ കൊടുത്തു നോക്കാം. സിൻസ് വി ആർ ആനിമേ ഫാൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷിനെ ചൂസ് ചെയ്യാം. വീഡിയോ ഓവർവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും കുറച്ച് സമയം എടുക്കും അത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് മലയാളം വീഡിയോസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാം നോട്ട്ബുക്ക്. ഇതിൽ നമുക്ക് യൂട്യൂബിന്റെ വീഡിയോസ് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് വീഡിയോ തന്നെ ഇതിലിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതെന്റെ വേറൊരു വീഡിയോ ആണ്. ഇതിൽ ഇപ്പൊ നമുക്ക് എന്താക്കാം, കോപ്പി ചെയ്യാം, ലിങ്ക് കോപ്പി ചെയ്യാം. ഇപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, ലിങ്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തതിനു ശേഷം ഇൻസേർട്ട് കൊടുക്കുക. അത് നമുക്ക് എന്തായാലും സമ്മറൈസ് ചെയ്തു, മൊത്തം മലയാളത്തിൽ പറയുന്ന വീഡിയോസ് ആണ് ഞാൻ. ഓക്കെ, പക്ഷെ അതിൽ നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ കോണ്ടന്റ്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഇവിടെ ഇവിടെ റൈസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ റൈസ് ഫ്രെയിംവർക്ക് ഉദ്ദേശിച്ചത് RICE ആണ്, ഈ ലെസ്സി എന്നാണ് കൊടുത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ പറയുന്ന സാധനങ്ങളെല്ലാം കോണ്ടന്റ്സ് എല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇത് ടൂളിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്താക്കുക, നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നുണ്ടാക്കുക, ഈ ലിങ്ക് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒന്ന് സമ്മറൈസ് തരാൻ പറയാം. അപ്പൊ സമ്മറൈസ് തരുമ്പോൾ നമ്മൾ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താക്കാം, ഇത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ആൻഡ് നമ്മുടെ വീഡിയോ ആയിട്ടില്ല, ഓഡിയോ സ്റ്റിൽ നമുക്ക്. ഓക്കെ, അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും താല്പര്യമുള്ള നിങ്ങൾക്കായി തയ്യാറാക്കിയ നമ്മുടെ ഈ പുതിയ ഒരു ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണുകൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതാണ്ട് ഒരു 1900
മനസ്സിലാകുന്ന രീതിയിൽ കോഡുകൾ എഴുതാൻ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ശരിയാണ്. ആ സമയത്ത് സി പോലെയുള്ള ഉണ്ടാ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ റിപ്പോർട്ട് ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലാഷ് കാർഡ്സ്, ഇൻഫോഗ്രാഫി, ഇതൊന്നുമില്ല, നമുക്ക് ഗ്രാഫ് രൂപത്തിൽ ഒരു സാധനം തരുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ഇപ്പം ജനറേറ്റ് ആയിട്ടില്ല, ഒന്ന് നോക്കാം. ഓക്കെ, എൻ്റെ വീഡിയോ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അതിന് നോക്കാം. Welcome to this explainer. Okay, right now there is just this massive wave എമ്മാതിരി of സാധനം anxiety പണ്ടായി rippling തന്നല്ലേ. through the tech industry, right? I mean, everywhere you look, headlines are screaming that AI is taking over. Developers at every single level are asking the exact same question. Is coding dead? Well, today we're cutting through the noise. We're going to look at the heart. Which brings us to the എല്ലാ central tension of സാധനവും this ഒരു explainer. ആനിമേ സ്റ്റൈലിൽ. It's a super uncomfortable പക്ഷെ question, കറക്റ്റ് but ആനിമേ it's ഇത് probably the വന്നില്ലെങ്കിലും one, right? നമുക്ക് കാരണം ഇൻസൈറ്റ് തരുന്നുണ്ടല്ലേ. AI adoption is absolutely skyrocketing. Branded ഇതാണ് data ഇതിന്റെ at ഒരു the പവർ. Mac Summit, which is 2-3 കൊല്ലം കൊണ്ട് AI വന്ന മാറ്റങ്ങൾ അത് കാണണം. അമേസിങ് ആക്ച്വലി. നമുക്ക് എന്ത് വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഇതിലേക്ക് നോക്കിയാൽ മതി, നമുക്ക് സാധനം കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. യെസ്, മനസ്സിലായല്ലോ. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാഫ് ഒക്കെ ഉദ്ദേശിച്ച് നമ്മൾ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പ്രൊജക്റ്റിനും പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് അവസാനം പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് സമ്മറൈസേഷൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇൻഫോഗ്രാഫി ഇത്രയും സാധനം ഇൻക്ലൂഡ് ആയി കാണുന്നത്. അപ്പോൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് സാധനം മാത്രമായിട്ട് കാണുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ പ്രോംപ്റ്റും കൊടുക്കാം. എനിക്ക് ഇങ്ങനത്തെ രീതിയിലാണ് ഈ ഇൻഫോഗ്രാഫിക്ക് വേണ്ട രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്താൽ അതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് പ്രോംപ്റ്റ് എടുത്ത് തരും. ഈ 4-5 സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ബാക്കിയെല്ലാം നമുക്കങ്ങനെ പഠിക്കാനുള്ള ആവശ്യമില്ല. ഈ ഡാറ്റ ടേബിൾ വന്നാൽ നേരെ ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഷീറ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്ന ആ ഷീറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ വേറെ വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ 2 AI-ൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട്. ടൂൾസിനെ കുറിച്ചും എങ്ങനെ പ്രോംപ്റ്റിംഗ് കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടി വാച്ച് ചെയ്യാം. ആൻഡ് ഇപ്പം നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ പ്രോംപ്റ്റിംഗ് വഴി തന്നെ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോസ് കൂടി ചെയ്യുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ടാപ്പ് ദ ബെൽ ഐക്കൺ. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.